നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എക്സാമിന് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കഴിഞ്ഞ എക്സാമൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കയറി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാം കൂടെ ഒരു കുടക്കീഴിൽ എല്ലാ ക്വസ്റ്റ്യൻസും കേരളവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള വ്യക്തികൾ ആരൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഒരുപാട് ഉപകാരപ്പെടും. കാരണം ഒരുപാട് ഇനി വരുന്ന LDC പരീക്ഷകളായിക്കോട്ടെ, ഏത് പരീക്ഷകളായിക്കോട്ടെ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നിന്ന് കയറി വന്ന ക്വസ്റ്റ്യൻസുമാണ്. ഇനി വരും എക്സാമുകൾക്കെല്ലാം ഈ ഒരു ഭാഗത്ത് നിന്ന് ഉറപ്പായിട്ട് എന്തുണ്ടാവും, ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അറിയാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക, മക്കളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പ് പറയുകയാണ്, ഈ ഒരു ഭാഗത്തൊന്നും ഉറപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും എക്സാമുകൾക്കെല്ലാം ഉണ്ടാവും. നോക്കിയേ, ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ആസൂത്രണ ബോർഡിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ് എന്നാണ് ചോദ്യം. എന്താണ്? കേരളത്തിലെ ആസൂത്രണ ബോർഡിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ്? VK രാമചന്ദ്രനാണ്. അല്ലെ, ആരാണ്? VK രാമചന്ദ്രനാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ്? എന്താണ്? കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആണ് സഞ്ജയ് കൗൾ. എന്താണ്? സഞ്ജയ് കൗൾ ആണ്. നമുക്ക് കുറച്ച് ടൈറ്റ് ആയിട്ട് തോന്നുകയാണെങ്കിലും എക്സാമിന് അല്ലെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ 4 ഓപ്ഷൻ കാണുമ്പോൾ എന്തായാലും നമ്മൾ ഈ പഠിച്ച കാര്യം നമുക്ക് എന്തായാലും ഓർമ്മ വരും. കൃത്യമായിട്ട് നമുക്ക് ബബിൾ ചെയ്യാനും സാധിക്കും. ക്ലിയർ ആണോ? കേരളത്തിലെ നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? A. ഷാജഹാൻ ആണ്. ഇനിഷ്യൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കേരളത്തിലെ നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? A. ഷാജഹാൻ ആണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കേരളത്തിലെ നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആണ് SM വിജയാനന്ദ്. എന്താണ്? SM വിജയാനന്ദ്. എന്താണ്? SM വിജയാനന്ദ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. കേരളത്തിലെ നിലവിലെ ധനകാര്യ കമ്മീഷൻ സെക്രട്ടറി ചോദിച്ചിട്ടുണ്ട്. A. ഷിബു ആണ്. കേരളത്തിലെ നിലവിലെ എന്താണ്? ധനകാര്യ കമ്മീഷൻ സെക്രട്ടറിയാണ് A. ഷിബു ആണ്. A. ഷിബു ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ അലക്സാണ്ടർ തോമസ്. എന്താണ്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാനാണ് അലക്സാണ്ടർ തോമസ്. ക്ലിയർ ആണോ? കേരളത്തിലെ നിലവിലെ ശമ്പള കമ്മീഷൻ ചെയർമാനാണ് K. മോഹൻദാസ്. ശമ്പള കമ്മീഷൻ എന്താണ്? ശമ്പളം, പൈസ അല്ലെ. അപ്പൊ നമുക്ക് പൈസ വാങ്ങാൻ വളരെ മോഹമാണ് അല്ലെ. അങ്ങനെ ചിന്തിച്ചാൽ മതി. ആരാണ്? K. മോഹൻദാസ് ആണ്. കേരളത്തിലെ നിലവിലെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ അല്ലെ. എന്താണ്? PSC ആരാണ്? MR ബൈജു. MR ബൈജു. PSC ആരാണ്? MR ബൈജു ആണ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആണ് V. ഹരിനായർ. ആരാണ്? V. ഹരിനായർ ആണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ ആപ്പാണ് ശ്രീ ലേണിംഗ് ആപ്പ്. എയിം സ്റ്റഡി സെന്റർ പാലക്കാടാണ് കേട്ടോ. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, എങ്കിലും ഒന്നും കൂടെ നമ്മൾ പറയുകയാണ്. കേരളത്തിലെ വനിതാ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? എന്താണ്? കേരളത്തിലെ നിലവിലെ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആണ് P. സതീദേവി. P. സതീദേവിയാണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ KV മനോജ്
കുമാർ. എന്താണ്? KV മനോജ് കുമാറാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനിലെ നിലവിലെ ചെയർമാൻ. ദെൻ കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ ആരാണ്? M ഷാജർ. എന്താണ്? കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആണ് M ഷാജർ ആണ് എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം, കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ BS മാവോജി ആണ്. പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ BS മാവോജി ആണ്. നിങ്ങൾക്ക് എന്തായാലും 1-2 പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് എക്സാമിന് ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായി കിട്ടും. അപ്പൊ എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ് 1-2 പ്രാവശ്യം ഒന്ന് സ്പീഡിലിട്ട് മക്കളൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആണ് TK ജോസ്. എന്താണ് PSC എക്സാമിന് ഇന്ന ഭാഗത്തുനിന്ന് കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നു എന്നൊന്നുമില്ല. എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കാം അല്ലെ. ഇപ്പൊ ചോദ്യകർത്താവ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇടാൻ തുടങ്ങിയത്. അപ്പൊ എല്ലാ ഭാഗങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് തന്നിരിക്കുന്നത് കേട്ടോ. ദെൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ നിലവിലെ ചെയർമാൻ ആണ് ജസ്റ്റിസ് CK അബ്ദുൾ റഹീം. ആരാണ്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ നിലവിലെ ചെയർമാൻ ആണ് ജസ്റ്റിസ് CK അബ്ദുൾ റഹീം ആണ്. ദെൻ കേരളത്തിലെ നിലവിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ജസ്റ്റിസ് BS ഗോപിനാഥൻ. ആരാണ്? കേരളത്തിലെ നിലവിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാൻ ആരാണ്? ജസ്റ്റിസ് BS ഗോപിനാഥനാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ കേരളത്തിലെ നിലവിലെ വനിതാ വികസന കോർപ്പറേഷൻ ചെയർമാൻ ആണ് KC റോസക്കുട്ടി. ആരാണ്? KC റോസക്കുട്ടിയാണ് എന്നും കൂടി ഓർത്തു വെക്കുക. ക്ലിയർ ആണോ? ദെൻ കേരള പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് G ശശിധരൻ ആണ്. കേരള പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആണ് G ശശിധരൻ ആണ്. ആരാണ്? G ശശിധരൻ ആണ്. ദെൻ കേരള സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റ് ആണ് K സുരേന്ദ്ര മോഹൻ. കേരള സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് K സുരേന്ദ്ര മോഹൻ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഇതെല്ലാം നമ്മളുടെ എയിം സ്റ്റഡി സെന്ററിന്റെ റിസൾട്ടുകളാണ് അല്ലെ. LP UP ആയിക്കോട്ടെ, LDC ആയിക്കോട്ടെ, KTET ആയിക്കോട്ടെ, ഏത് പരീക്ഷ HSC ആയിക്കോട്ടെ, ഏത് പരീക്ഷയാണെങ്കിലും ഒരുപാട് പേര് എയിം സ്റ്റഡി സെന്റർ റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റി അല്ലെ. അധ്യാപക തസ്തികൾക്ക് മാത്രം അതുപോലെ തന്നെ PSC പരീക്ഷകൾക്ക് പരിശീലനം കൊടുക്കുന്ന ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സെന്റേഴ്സ് ആണ്. നമ്മുടെ സെന്റേഴ്സ് എവിടേക്കാണ്? ഓഫ്ലൈൻ ആണെങ്കിൽ നെന്മാറ, ആലത്തൂര്, കൊല്ലങ്കോടാണ് ഹെഡ് ഓഫീസ്. അപ്പോൾ ഒരുപാട് പേര് ലിസ്റ്റിലേക്ക് കേട്ടിട്ട് പരീക്ഷ ഒരുപാട് പേര് കഴിഞ്ഞ 6 കേഡറ്റ് പരീക്ഷ എടുത്ത് നോക്കുകയാണ്. അത്രത്തോളം പേര് എയിം സ്റ്റഡീസ് സെന്ററിൽ നിന്നും ക്വാളിഫൈഡ് ആകാൻ സാധിച്ചു. അപ്പൊ ആ ഒരു മെത്തേഡ് തന്നെയാണ് ക്ലാസ്സുകൾ. എയിം സ്റ്റഡീസ് എന്ന എല്ലാ ആഴ്ചകളും പുതിയ LP UP അതുപോലെ തന്നെ KTET, HSC, LD ക്ലർക്കിന്റെ പുതിയ ബാച്ചുകളെല്ലാം ആരംഭിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യാനായിട്ട് എയിം സ്റ്റഡീസ് എന്ന ഒഫീഷ്യൽ നമ്പറായ 9446537080 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. Then അടുത്ത ചോദ്യം, കേരളത്തിലെ വിജിലൻസ് കമ്മീഷന്റെ നിലവിലെ ഡയറക്ടർ ആര്? കേരളത്തിലെ വിജിലൻസ് കമ്മീഷന്റെ നിലവിലെ ഡയറക്ടറാണ് TK വിനോദ് കുമാർ. TK വിനോദ് കുമാർ ആണ്. കേരള നിയമസഭ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ നിലവിലെ ചെയർമാൻ സണ്ണി ജോസഫ് ആണ്. കേരള നിയമസഭ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ നിലവിലെ ചെയർമാൻ ആണ് സണ്ണി ജോസഫ് ആണ്. കേരള സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ, കേരള സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മധുപാലാണ്. ദെൻ കേരള സാഹിത്യ അക്കാദമിയിലെ നിലവിലെ ചെയർമാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് K സച്ചിദാനന്ദൻ. കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആണ് K സച്ചിദാനന്ദൻ. കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ.
കേരള ഫോക്ലോർ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ. OS ഉണ്ണികൃഷ്ണനാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ. കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആണ് മുരളി ചീരോത്ത്. എന്താണ് പാട്ടിലെ ലളിതമായിട്ടുള്ള മുരളി ചീരോത്താണ് കേരള ലളിതകലാ അക്കാദമിയിലെ നിലവിലെ ചെയർമാൻ. കേരള സ്പോർട്സ് കൗൺസിലിന്റെ നിലവിലെ പ്രസിഡന്റ് ആണ് ഷറഫ് അലി. സ്പോർട്സ് കൗൺസിൽ ആണെങ്കിൽ ഷറഫ് അലിയാണ്. ദെൻ കേരള ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് ആണ് ഗോപി കോട്ടമുറിക്കൽ. എന്താണ് കേരള ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് ആണ് ഗോപി കോട്ടമുറിക്കൽ. കേരള ചലച്ചിത്ര അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ രഞ്ജിത്ത് ബാലകൃഷ്ണനാണ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ. LGSന്റെ ബാച്ചും എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട്. അടുത്ത ആഴ്ചയാണ് പുതിയ ബാച്ച്. ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും PDF-ഉം ഡെയിലി ടൈം ടേബിളും പേഴ്സണൽ മെന്ററും അടങ്ങുന്ന ബാച്ചാണ് കേട്ടോ. അടുത്ത ചോദ്യം, കേരള ചലച്ചിത്ര അക്കാദമിയിലെ നിലവിലെ വൈസ് ചെയർമാൻ ആണ് പ്രേംകുമാർ. വൈസ് ചെയർമാൻ ആണെങ്കിൽ പ്രേംകുമാർ ആണ്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ഷാജി N കരുൺ. അല്ലെ, വികസനമാണെങ്കിൽ ഷാജി N കരുണാണ്. കേരള ബാങ്കിന്റെ നിലവിലെ വൈസ് പ്രസിഡന്റ് ആണ് MK കണ്ണൻ. വൈസ് പ്രസിഡന്റ് MK കണ്ണനാണ്. കേരള ബാങ്കിന്റെ നിലവിലെ ചെയർമാൻ ആണ് V രവീന്ദ്രൻ. അപ്പൊ പ്രസിഡന്റ് പഠിച്ചു, വൈസ് പ്രസിഡന്റ് പഠിച്ചു, ചെയർമാൻ ആരാണ്? V രവീന്ദ്രനാണ്. കേരള ബാങ്കിന്റെ നിലവിലെ CEO ജോർജ് M ചാക്കോ. കേരള ബാങ്കിന്റെ നിലവിലെ CEO M ചാക്കോ ആണ് എന്നും കൂടി ഓർത്തു വെക്കുക. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ നിലവിലെ CEO അല്ലെ അനൂപ് അംബിക. ആരാണ്? കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ നിലവിലെ CEO ആരാണ്? അനൂപ് അംബിക ആണ്. കേരള കൊച്ചി മെട്രോയുടെ നിലവിലെ MD വളരെ ഇമ്പോർട്ടന്റ് ആണ്, ലോക്നാഥ് ബെഹ്റയാണ്. കേരളത്തിലെ കൊച്ചി മെട്രോയിലെ നിലവിലെ MD ആരാണ്? ലോക്നാഥ് ബെഹ്റയാണ്. കേരളത്തിലെ കൊച്ചി മെട്രോയുടെ നിലവിലെ ചെയർമാൻ അനുരാഗ് ജെയിൻ. അപ്പൊ MD ആണെങ്കിൽ ലോക്നാഥ് ബെഹ്റയും ചെയർമാൻ ആണെങ്കിൽ അനുരാഗ് ജെയിൻ ആണ് എന്നും കൂടി മനസ്സിലാക്കുക. കേരളത്തിലെ KSRTCയുടെ നിലവിലെ MD ആണ് PS പ്രമോദ് ശങ്കർ. ആരാണ്? പ്രമോദ് ശങ്കർ ആണ്. KTDCയുടെ നിലവിലെ ചെയർമാൻ അല്ലെ, കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അല്ലെ, KTDCയുടെ നിലവിലെ ചെയർമാൻ ആണ് PK ശശിയാണ്. നിലവിലെ MD ആണെങ്കിൽ ശിഖ സുരേന്ദ്രൻ IAS ആണ്. ആരാണ്? ശിഖ സുരേന്ദ്രൻ. അപ്പൊ ചെയർമാൻ ആണെങ്കിൽ PK ശശിയും MD ആണെങ്കിൽ ശിഖ സുരേന്ദ്രൻ IAS ആണ്. നിങ്ങൾക്ക് 1-2 പ്രാവശ്യം റിപ്പീറ്റേഷൻ ആവുമ്പോഴേക്കും എന്തായാലും ഉറപ്പായിട്ട് കിട്ടും. നമുക്ക് ഓപ്ഷൻ കണ്ടാൽ കിട്ടും കേട്ടോ. നിലവിലെ KSFE ചെയർമാൻ ആരാണ്? K വരദരാജനാണ്. നിലവിലെ KSFE ചെയർമാൻ K വരദരാജനാണ്. നിലവിലെ KSFEയുടെ MD ആണെങ്കിൽ SK സനിൽ. MD ആണെങ്കിൽ SK സനിലാണ്. കേരളത്തിലെ നിലവിലെ ഗവർണർ നമുക്കറിയാം അല്ലെ, ആരിഫ് മുഹമ്മദ് ഖാൻ 22ാമത് കേരള ഗവർണർ ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. എത്രാമത്തെ ചോദിക്കുകയാണെങ്കിൽ 22ാമതാണ്. കേരളത്തിലെ നിലവിലെ DGP ആണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ്. DGP ആരാണ്? ഷെയ്ഖ് ദർവേഷ് സാഹിബ് ആണ് എന്നും കൂടി മനസ്സിലാക്കുക. കേരളത്തിലെ നിലവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? മുഹമ്മദ് മുസ്താഖ്. ആക്ടിംഗ് ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് 38ാമത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അപ്പൊ നിലവിലെ ആക്ടിംഗ് ആയിട്ടാണ് മുഹമ്മദ് മുസ്താഖ് ആണ്. ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് 38ാമത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്.
കേരളത്തിലെ നിലവിലെ ലോകായുക്ത അല്ലെ എൻ അനിൽകുമാറാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. കേരളത്തിലെ നിലവിലെ ലോകായുക്ത അനിൽകുമാറും ജസ്റ്റിസ് സിറിയക് ജോസഫ് 2024 മാർച്ചിൽ വിരമിച്ചു. ചിലപ്പോൾ നമ്മളുടെ അപ്ഡേഷനിലെ ബുക്കുകളിലൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും, സിറിയക് ജോസഫ് ആയിരിക്കും, പക്ഷെ നിലവിൽ ആരാണ്, എൻ അനിൽകുമാർ ആണ് എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ കേരളത്തിലെ നിലവിലെ ചീഫ് വിപ്പ് ആരാണ്, എൻ ജയരാജ് ആണ്. എന്താണ് കേരളത്തിലെ നിലവിലെ ചീഫ് വിപ്പ് ആരാണ്, എൻ ജയരാജ് ആണ്. ദെൻ കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി പി വേണു. ചീഫ് സെക്രട്ടറി ആരാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, പി വേണുവാണ്. ദെൻ കേരളത്തിലെ ആസൂത്രണ ബോർഡിന്റെ നിലവിലെ അധ്യക്ഷൻ ആരാണ്, പിണറായി വിജയൻ. എന്താണ് കേരളത്തിലെ ആസൂത്രണ ബോർഡിന്റെ നിലവിലെ അധ്യക്ഷൻ പിണറായി വിജയനാണ്. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ നിലവിലെ ഡയറക്ടർ AG ഒലീന. എന്താണ് കേരള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നിലവിലെ ഡയറക്ടറാണ് AG ഒലീന. AG ഒലീനയാണ്. കേരള സംസ്ഥാന എമർജൻസി ഓപ്പറേഷൻ സെന്റർ തലവൻ ശേഖർ L കുര്യാക്കോസ്. കേരള സംസ്ഥാന എമർജൻസി ഓപ്പറേഷൻ സെന്റർ തലവൻ ശേഖർ L കുര്യാക്കോസ് ആണ്. ചില കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ എക്സാമിന് എവിടെന്നാ ചോദിച്ചു വരിക എന്നറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. HSAയുടെ പുതിയ ബാച്ച് എയിം സ്റ്റഡീസ് ഉണ്ട്. ഈ വരുന്ന ഓഗസ്റ്റ് 17-ാം തീയതി ചിങ്ങം 1-ാം തീയതി ആരംഭിക്കുകയാണ്. സോഷ്യൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകൾ ഈ വരുന്ന ആഴ്ചകളിലാണ് ആരംഭിക്കുന്നത്. അതിന് അഡ്മിഷൻസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജോയിൻ ചെയ്യാനായിട്ട് എയിംസിലേക്ക് വിളിച്ചാൽ മതി കേട്ടോ. ദെൻ കേരള റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ടിങ്കു ബിസ്വാൾ. ആരാണ് കേരള റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലെ, സെക്രട്ടറിയാണ് ടിങ്കു ബിസ്വാൾ എന്ന് മനസ്സിലാക്കുക. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ വളരെ ഇമ്പോർട്ടന്റ് ആരാണ്, നമ്മുടെ മുഖ്യമന്ത്രി ആയിരിക്കും കേട്ടോ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആരാണ്, TA ഷാജിയാണ്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആരാണ്, TA ഷാജിയാണ്. ഡയറക്ടർ ഓഫ് കേരള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഇമ്പോർട്ടന്റ് ആണ്, ഡോക്ടർ TK വിനോദ് കുമാർ ആണ്. ഡയറക്ടർ കേരള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡോക്ടർ TK വിനോദ് കുമാർ ആണ്. ദെൻ ടെക്നോ പാർക്കിന്റെ CEO അല്ലെ, ടെക്നോ പാർക്കിന്റെ CEO ആണ് സഞ്ജീവ് നായർ. ആരാണ്, സഞ്ജീവ് നായർ ആണ്. ഇൻഫോ പാർക്ക് ആണെങ്കിൽ സുശാന്ത് കുരുന്തിൽ. ഇൻഫോ പാർക്ക് ടെക്നോ പാർക്ക് ആണെങ്കിൽ സഞ്ജീവ് നായർ ആണ് അല്ലെ. ടെക്നോ പാർക്ക് ആണെങ്കിൽ സഞ്ജീവ് നായർ ആണെങ്കിൽ ഇൻഫോ പാർക്ക് സുശാന്ത് കുരുന്തിൽ. ഇൻഫോ പാർക്ക് സുശാന്ത് കുരുന്തിലാണ്. കേരളത്തിലെ നിലവിലെ ഉപലോകായുക്ത അല്ലെ, കേരളത്തിലെ നിലവിലെ ലോകായുക്തി അല്ല, ഉപലോകായുക്തിയാണ് ജസ്റ്റിസ് ബാബു മാത്യു P ജോസഫ്. വലിയൊരു പേരാണ്. ആരാണ്, ജസ്റ്റിസ് ബാബു മാത്യു P ജോസഫ്, ഹാറൂൺ ഉൽ റഷീദ് ആണ്. അപ്പോ ഉപലോകായുക്തിയാണ്, മാറിപ്പോണ്ട രണ്ടുപേരുണ്ട്. എന്താണ്, ബാബു മാത്യു P ജോസഫും ഹാറൂൺ ഉൽ റഷീദും ആണ്. ദെൻ കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ഇമ്പോർട്ടന്റ് ആണ്, K ഗോപാലകൃഷ്ണ കുറുപ്പാണ്. കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ആണ് K ഗോപാലകൃഷ്ണ കുറുപ്പാണ്. നിലവിലെ കേരള സംസ്ഥാന നിയമ സെക്രട്ടറി, നിലവിലെ കേരള സംസ്ഥാന നിയമ സെക്രട്ടറിയാണ് KG സനൽകുമാർ. KG സനൽകുമാർ. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഒന്നും കൂടെ ഊന്നൽ കൊടുത്ത് പഠിക്കുക. എപ്പോഴും റിപ്പീറ്റേഷൻ ആയിട്ട് ചോദിച്ചു വരികയാണ് അല്ലെ. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് അടുത്ത് 15ാം കേരള നിയമസഭ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. നമുക്കറിയാം മുഖ്യമന്ത്രി ആരാണ്, പിണറായി വിജയനാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. നിയമസഭാ സ്പീക്കർ AN ഷംഷീർ. AN ഇനീഷ്യൽ തെറ്റണ്ട, AN ഷംഷീറാണ് എന്നും കൂടി മനസ്സിലാക്കുക. നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിറ്റയം ഗോപകുമാർ. ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിറ്റയം ഗോപകുമാർ. ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിറ്റയം
എം ഗോപകുമാർ. പിന്നെന്താണ് അടുത്ത് നമുക്ക് നോക്കാം, വളരെ ശ്രദ്ധിച്ചിരിക്കുക. കെ എൻ ബാലഗോപാൽ. കെ എൻ ബാലഗോപാലിന് എന്താണ് വകുപ്പ്? ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് കെ എൻ ബാലഗോപാൽ. ഏത് മണ്ഡലമായിരുന്നു മത്സരിച്ചത്? കൊട്ടാരക്കര. ഏതാണ്? കൊട്ടാരക്കര. അപ്പൊ മൂന്നും ഇപ്പൊ എക്സാമിന് വകുപ്പല്ല, ചിലപ്പോ ഏത് മണ്ഡലമാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. കെ എൻ ബാലഗോപാല് വകുപ്പ് ധനകാര്യ മന്ത്രിയാണ്. എന്താ? ഏത് മണ്ഡലം? കൊട്ടാരക്കര. ഏതാണ്? കൊട്ടാരക്കരയാണ്. എം പി രാജേഷ് അല്ലെ, എം പി രാജേഷ് വകുപ്പ് തദ്ദേശ സ്വയംഭരണവും എക്സൈസ് മന്ത്രിയുമാണ്. ഏതൊക്കെയാണ്? തദ്ദേശ സ്വയംഭരണവും എക്സൈസ് മന്ത്രിയുമാണ്. ഏത് മണ്ഡലമാണ് മത്സരം? തൃത്താല. ഏതാണ്? തൃത്താലയാണ് എന്ന് മനസ്സിലാക്കുക. ദെൻ കെ ബി ഗണേഷ് കുമാർ അല്ലെ, ഏതാണ് വകുപ്പ്? ഗതാഗത മന്ത്രിയാണ് അല്ലെ. ഗണേഷ് കുമാർ ആയിട്ട് ഇങ്ങനെ KSRTC ഓടുന്ന ഒരു കുറച്ചു മുമ്പ് മന്ത്രിയായ സമയത്ത് അദ്ദേഹം KSRTC ഓടിക്കുന്ന ഒരു വീഡിയോ ഒക്കെ വൈറലായിരുന്നു അല്ലെ. പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കുറെ കളിപ്പാട്ടങ്ങൾ, വണ്ടി, കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ട കുറച്ച് വീഡിയോ ഒക്കെ വൈറലായിരുന്നു. അത് ഓർത്താൽ മതി. ഏതാണ്? ഗതാഗതമാണ്. ഏത് മണ്ഡലമായിരുന്നു? പത്തനാപുരമാണ്. ഏതാണ്? പത്തനാപുരമാണ്. ദെൻ പി പ്രസാദ്. ഏതാണ് മക്കളെ? പി പ്രസാദ് വകുപ്പ് കൃഷി മന്ത്രി അല്ലെ. ഏതാണ്? കൃഷി മന്ത്രിയാണ്. ഏത് മണ്ഡലമായിരുന്നു? ചേർത്തല. അപ്പൊ കൃഷി എപ്പോഴും ചേറിലല്ലേ, അങ്ങനെ ആലോചിച്ചാൽ മതി. ചേർത്തലയാണ്. ഏതാണ്? നമുക്ക് ഈ കൃഷി നെല്ല് കിട്ടിയ അമ്പലത്തേക്ക് പ്രസാദമൊക്കെ കൊടുക്കുന്ന ആലോചിച്ചാൽ മതി. അപ്പൊ ഏതാണ്? പി പ്രസാദാണ്. കൃഷി മന്ത്രിയാണ്. വകുപ്പ് മണ്ഡലം ചേർത്തലയാണ്. OR കേളു അല്ലെ. OR കേളു പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ മന്ത്രിയാണ്. കേളു എന്താണ്? പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ മന്ത്രിയാണ്. മണ്ഡലം മാനന്തവാടി. മാനന്തവാടി കൂടുതലായിട്ട് എന്തുണ്ടാവുക? പട്ടികജാതിക്കാരും ആദിവാസി. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഏതാണ്? മാനന്തവാടിയാണ് എന്നും കൂടി മനസ്സിലാക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക കേട്ടോ. LDCയുടെ ക്രാഷ് കോഴ്സും എയിം സ്റ്റഡീസും എക്സാമിന് ഒരുപാടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ദെൻ കെ രാജൻ റവന്യൂ പാർപ്പിട വകുപ്പ് മന്ത്രി അല്ലെ. റവന്യൂവും വീടുമായി രാജൻ. ഏതാണ്? റവന്യൂ പാർപ്പിട വകുപ്പ് മന്ത്രിയാണ്. ഒല്ലൂരാണ് മണ്ഡലം മത്സരിച്ച മണ്ഡലം. കെ രാജൻ റവന്യൂ പാർപ്പിട വകുപ്പ് മന്ത്രിയാണ്. കെ കൃഷ്ണൻകുട്ടി വൈദ്യുത മന്ത്രി അല്ലെ. കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി മന്ത്രിയാണ്. ചിറ്റൂരാണ് മണ്ഡലം മത്സരിച്ച മണ്ഡലം. ഏതാണ്? ചിറ്റൂരാണ്. റോഷി അഗസ്റ്റിൻ ജലവിഭവ വകുപ്പ് മന്ത്രി. റോഷി അഗസ്റ്റിൻ നമുക്ക് എന്താ പറയാ? അഗസ്റ്റ് തേഴ്സ്റ്റ് എന്താ പറയാ? ദാഹിക്കുക. അപ്പൊ എന്താണ്? വെള്ളം അല്ലെ. എന്താണ്? ജലവിഭവ വകുപ്പ് മന്ത്രിയാണ്. എന്ത്? റോഷി അഗസ്റ്റിൻ അല്ലെ. ഏറ്റവും കൂടുതൽ ഇടുക്കി ഡാം ഒക്കെ ചിന്തിച്ചാൽ മതി. മത്സരിച്ച മണ്ഡലം എന്താണ്? ഇടുക്കിയാണ് എന്നും കൂടി ഓർത്തു വെക്കുക. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു കോഡ് കുറച്ചൊരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ നമുക്ക് ആൻസർ ചെയ്യാൻ കിട്ടണം. ഉറപ്പായിട്ട് മക്കൾ എന്ത് ചെയ്യുക? ഇതൊക്കെ ഒന്ന് 2 പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച് നിങ്ങൾക്ക് എന്തായാലും കിട്ടും കേട്ടോ. ദെൻ AK ശശീന്ദ്രൻ ഏത് വകുപ്പായിരുന്നു? വനം വന്യജീവി സംരക്ഷണ മന്ത്രിയാണ്. ശശീന്ദ്രൻ എന്താണ്? വനവും വന്യജീവിയുമാണ്. മണ്ഡലം ഏലത്തൂരാണ്. എന്താണ്? വനത്തിലാണ് ഏലമൊക്കെ ഉണ്ടാവുമെന്ന് ആലോചിച്ചാൽ മതി. ഏലത്തൂരാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. വി അബ്ദുൾ റഹ്മാനാണ് സ്പോർട്സും റെയിൽവേയും. വളരെ ശ്രദ്ധിച്ചോ. റഹ്മാൻ ഏതാണ്? റെയിൽവേയും സ്പോർട്സുമാണ്. താനൂർ മണ്ഡലമാണ് മത്സരിച്ചത്. അബ്ദുൾ റഹ്മാൻ റെയിൽവേ സ്പോർട്സ് ആണ്. ഏത് മണ്ഡലം ചോദിക്കുകയാണെങ്കിൽ താനൂരാണ്. ദെൻ അഡ്വക്കേറ്റ് GR അനിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ്. അനിൽ എന്താണ്? ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ആണ്. നെടുമങ്ങാട് എന്ന് അഡ്വക്കേറ്റ് GR അനിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ്. എവിടെയാണ് മണ്ഡലം? ഏത് മണ്ഡലമാണ് മത്സരിച്ച്? നെടുമങ്ങാടാണ്. തിരുവനന്തപുരത്താണ്. ദെൻ ഡോക്ടർ ആർ ബിന്ദു മാറിപ്പോണ്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. മത്സരിച്ച മണ്ഡലം ഇരിങ്ങാലക്കുട. ഏതാണ്? ഇരിങ്ങാലക്കുടയാണ്. ഡോക്ടർ ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മത്സരിച്ച മണ്ഡലം ഇരിങ്ങാലക്കുടയാണ്.
ദെൻ കെ ചിഞ്ചു റാണി അല്ലെ, ചിഞ്ചു റാണി എന്താണ്? മൃഗസംരക്ഷണം, ക്ഷീരവികസനം, മൃഗശാലകൾ, മൃഗവുമായി ബന്ധപ്പെട്ട അല്ലെ, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, മൃഗശാലകൾ ആർക്കാണ് വകുപ്പ് കൈകാര്യം ചെയ്യാൻ? ജെ ചിഞ്ചു റാണിയാണ്. മണ്ഡലം ചടയമംഗലം. ഏതാണ്? ചടയമംഗലമാണ്. ഏതാണ്? ചിഞ്ചു റാണി. ചാച്ച എന്ന് ഓർത്താൽ മതി അല്ലെ. എന്താണ്? ചിഞ്ചു റാണി ചടയമംഗലമാണ്. ദെൻ അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് എന്താണ്? നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമോൻ അല്ലെ. വകുപ്പ് ടൂറിസം, ദെൻ പൊതുമരാമത്ത്. ടൂറിസം, പൊതുമരാമത്താണ്. ഏതാണ്? ബേപ്പൂർ. കോഴിക്കോട്ടിലെ ഏത് മണ്ഡലമാണ് മത്സരിച്ച്? ബേപ്പൂരാണ് എന്നും കൂടി ഓർത്തു വെക്കുക. ദെൻ വി എൻ വാസവൻ എന്താണ്? വാസവൻ ദേവസ്യമാണ്. ഏറ്റുമാനൂർ അല്ലെ. എന്താണ്? ഏറ്റുമാനൂർ അമ്പലം ഓർക്കുക. എന്താണ്? ദേവസ്വം അമ്പലവുമായി ബന്ധപ്പെട്ടത് ഓർത്തു വെക്കുക. എന്തെങ്കിലും ഒരു കോഡിലൂടെ പഠിക്കുക. എന്താണ്? വി എൻ വാസവൻ വകുപ്പ് മന്ത്രി. ഏതാണ്? ദേവസ്യമാണ്. മണ്ഡലം ഏറ്റുമാനൂരാണ്. രാമചന്ദ്രൻ കടന്നപ്പള്ളി. എന്താ? രാമചന്ദ്രൻ കടന്നപ്പള്ളി രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയാണ്. മണ്ഡലം കണ്ണൂരാണ്. ഏത്? കണ്ണൂരാണ് എന്നും കൂടി ഓർത്തു വെക്കുക. ക്ലിയർ ആണോ? കണ്ണൂരിൽ ഏത് മണ്ഡലമാണ് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. ദെൻ പി രാജീവ് വകുപ്പ് നിയമം വ്യവസായം അല്ലെ. നിയമമന്ത്രിയും വ്യവസായ മന്ത്രിയുമാണ്. എന്ത്? പി രാജീവാണ്. കളമശ്ശേരിയാണ്. ഏത് മണ്ഡലമാണ്? കളമശ്ശേരിയാണ്. ദെൻ വി ശിവൻകുട്ടി വകുപ്പ് പൊതുവിദ്യാഭ്യാസം. ബിന്ദു പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസം അല്ലെ. എന്താണ്? ശിവൻകുട്ടിക്ക് പൊതുവിദ്യാഭ്യാസം മത്സരിച്ച മണ്ഡലം നേമമാണ്. ഏത് മണ്ഡലമാണ്? നേമമാണ്. ദെൻ വീണ ജോർജ് വകുപ്പ് ആരോഗ്യമന്ത്രിയാണ്. മത്സരിച്ച മണ്ഡലം ആറന്മുള. എവിടെയാണ്? ആറന്മുളയാണ്. ദെൻ സജി ചെറിയാൻ ഫിഷറീസ്, യുവജനകാര്യം, സാംസ്കാരികം. സജി ഫിഷറീസ് ഉണ്ട്, യുവജനകാര്യം ഉണ്ട്. ദെൻ എന്താണ്? സാംസ്കാരികമുണ്ട്. മത്സരിച്ച മണ്ഡലം ചെങ്ങന്നൂരാണ്. എവിടെയാണ്? ചെങ്ങന്നൂരാണ്. ക്ലിയർ ആണോ? ദെൻ നിയമങ്ങൾ ഒന്നും കൂടെ നോക്കാം അടുത്ത്. അപ്പൊ നമുക്ക് ഏകദേശം ഏതൊക്കെയാ വകുപ്പുകൾ, ആരൊക്കെയാ മന്ത്രികൾ, അവർ ഏതൊക്കെ മണ്ഡലമാണ് മത്സരിച്ച ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു. അടുത്ത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ MD ആര്? ദിവ്യ എസ് അയ്യരാണ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ MD ആരാണ്? ദിവ്യ എസ് അയ്യരാണ്. APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ ഓംബുഡ്സ്മാനായി ചുമതലയെ ധർമ്മരാജ് അടറ്റാണ്. ആരാണ്? APJ അബ്ദുൽ കലാം ടെക്നോളജിയുടെ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ ഓംബുഡ്സ്മാനായി ചുമതലയേറ്റത് ധർമ്മരാജ് അടറ്റാണ്. ദെൻ ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരള ഫെഫ്കയുടെ പുതിയ പ്രസിഡന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിബി മലയൽ അല്ലെ. സിബി മലയലാണ്. കേരള ഫുട്ബോൾ ടീമിന്റെ പരിശീലകനാണ് സതിവൻ ബാലൻ. ഫുട്ബോൾ ടീമിന്റെ പരിശീലകൻ ആരാണ്? സതിവൻ ബാലനാണ്. ദെൻ കേരള കലാമണ്ഡലം കൽപ്പതിക സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ആരാണ്? ബി അനന്തകൃഷ്ണനാണ്. കേരള കലാമണ്ഡലം കൽപ്പതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണനാണ്. ദെൻ കേരള വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ഗുഡ്വിൽ അംബാസിഡറായി ചുമതലയേറ്റത് കീർത്തി സുരേഷാണ്. കേരള വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ഗുഡ്വിൽ അംബാസിഡറായി ചുമതലയേറ്റത് കീർത്തി സുരേഷാണ്. ദെൻ കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ പുതിയ ചെയർമാൻ ബി കാശി വിശ്വനാഥൻ. കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ പുതിയ ചെയർമാൻ ബി കാശി വിശ്വനാഥനാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് PS പ്രശാന്ത്. പ്രശാന്തമായിട്ടിരിക്കും ദേവസ്വം ബോർഡ്, അങ്ങനെ ആലോചിച്ചാൽ മതി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആണ് PS പ്രശാന്താണ്. അടുത്തിടെ കേരള സർക്കാർ രൂപീകരിച്ച അർബൻ പോളിസി കമ്മീഷന്റെ ചെയർമാൻ M സതീഷ് കുമാർ ആണ്. കേരള സർക്കാർ രൂപീകരിച്ച അർബൻ പോളിസി കമ്മീഷന്റെ ചെയർമാൻ M സതീഷ് കുമാർ ആണ്.
Then Kerala Football Association President Nawaz Meeran. Kerala Football Association President Nawaz Meeran ആണ് കേരളത്തിലെ പുതിയ നിയമസഭാ സെക്രട്ടറിയായി 2024 നിയമിതനായത് എൻ കൃഷ്ണകുമാർ ആണ്. കേരളത്തിലെ പുതിയ നിയമസഭാ സെക്രട്ടറിയായി 2024 നിയമിതനായത് എൻ കൃഷ്ണകുമാർ ആണ്. തിരുവനന്തപുരം കാലാവസ്ഥ കേന്ദ്രത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടർ, കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, നിത കെ ഗോപാൽ ആണ്. ആദ്യ വനിതാ ഡയറക്ടറാണ് നിത കെ ഗോപാൽ ആണ്. നദീജല ഉപയോഗത്തെ പറ്റിയും നദീജല പദ്ധതികളുടെ ധനകാര്യത്തെ പറ്റിയും പഠിക്കാൻ 2024 സംസ്ഥാന സർക്കാർ നിയോഗിച്ച സാങ്കേതിക സമിതിയുടെ ചെയർമാനാണ് EJ ജെയിംസ്. നദീജല ഉപയോഗത്തെ പറ്റിയും നദീജല പദ്ധതിയുടെ ധനകാര്യത്തെ പറ്റിയും പഠിക്കാൻ 2024 സംസ്ഥാന സർക്കാർ നിയോഗിച്ച സാങ്കേതിക സമിതിയുടെ ചെയർമാനാണ് EJ ജെയിംസ് ആണ്. 2024 അല്ലെ KCBയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് ബിജു പ്രഭാകർ. ആരാണ്? ബിജു പ്രഭാകർ ആണ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ CEO ശ്രീകുമാർ കെ നായർ ആണ്. അപ്പൊ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ CEO ശ്രീകുമാർ കെ നായർ ആണ്. കേരള പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ കോച്ച്, കേരള പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ കോച്ചാണ് M വെങ്കിടരമണ. ആരാണ്? M വെങ്കിടരമണയാണ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ AA റഷീദാണ്. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ AA റഷീദാണ്. കേരള വനം വകുപ്പ് മേധാവി ഗംഗാ സിംഗ് ആണ്. കേരള വനം വകുപ്പ് മേധാവി ഗംഗാ സിംഗ് ആണ്. കേരള പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ VP ജോയ് ആണ്. കേരള പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ചെയർമാൻ VP ജോയ് ആണ്. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പള്ളിയറ ശ്രീധരൻ. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പള്ളിയറ ശ്രീധരൻ. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഓംബുഡ്സ്മാൻ. ആരാണ്? കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് ആനി ജോൺ ആണ്. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ പാഠ്യപദ്ധതി ചട്ടക്കൂട് രൂപകൽപ്പന ചെയ്യാൻ സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ സുരേഷ് ദാസ്. ആരാണ്? വിദ്യാഭ്യാസ പാഠ്യ ചട്ടക്കൂടിന് വേണ്ടിയിട്ട് നിയോഗിച്ച കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? സുരേഷ് ദാസ് ആണ്. ഗുരുവായൂർ ആനത്താവളത്തിന്റെ മാനേജറായി ചുമതലയേറ്റ ആദ്യ വനിത ആയതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത് CR ലൈജു മോളാണ്. ആദ്യ വനിത CR ലൈജു മോളാണ്. സ്പൈസസ് ബോർഡ് ചെയർമാൻ AG തങ്കപ്പൻ. സ്പൈസസ് ബോർഡ് ചെയർമാൻ AG തങ്കപ്പനാണ്. കേഡറിന്റെ പുതിയ ബാച്ച് എല്ലാം ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. കേരളത്തിൽ സ്ഥാപിക്കുന്ന സെന്റർ ഫോർ എക്സലൻസ് ഇൻ മൈക്രോബയോമിന്റെ ആദ്യ ഡയറക്ടറായി നിയമിതനായത് സാബു തോമസ് ആണ്. ആരാണ്? സാബു തോമസ് ആണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് CK അബ്ദുൾ റഹീം ആണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് ആണ് CK അബ്ദുൾ റഹീമാണ്. മിൽമയുടെ ചെയർമാൻ KS മണിയാണ്. മിൽമയുടെ ചെയർമാൻ KS മണിയാണ്. മലയാള സിനിമാ താര സംഘടനയുടെ അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന്റെ 54ാമത് ജൂറി ചെയർമാനാണ് സുധീർ മിശ്ര. ആരാണ്? കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന്റെ 54ാമത് ജൂറി ചെയർമാനാണ് സുധീർ മിശ്ര. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ഡയറക്ടറാണ് PR ജിജോയ് ആണ്. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ ആരാണ്?
സയ്യിദ് അക്തർ മിർസ. ആരാണ് മക്കളെ? സയ്യിദ് അക്തർ മിർസാവാണ്. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ KV അബ്ദുൾ മാലിക്. ആരാണ്? KV അബ്ദുൾ മാലിക് ആണ്. കേരള റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ M വസന്തകേശനാണ്. കേരള റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ M വസന്തകേശൻ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വീപ്പ് ഐക്കൺ ഓഫ് കേരളയായി തെരഞ്ഞെടുത്ത് ഗോപിനാഥ് മുതുക്ക. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വീപ്പ് ഐക്കൺ ഓഫ് കേരളയായി തെരഞ്ഞെടുത്ത് ഗോപിനാഥ് മുതുക്കാടാണ്. കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രത്തിന്റെ ഡയറക്ടർ ഡോക്ടർ G ബൈജുവാണ്. കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രത്തിന്റെ ഡയറക്ടർ ഡോക്ടർ G ബൈജുവാണ്. മന്ത്രിമാരുടെയും MLA-മാരുടെയും ശമ്പളവും മറ്റും ആനുകൂല്യങ്ങളും കൂട്ടുന്നതിനെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ നിയമിച്ച ഏകാംഗ കമ്മീഷനാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ്. സംസ്ഥാന വഖഫ് ബോർഡിന്റെ 15ാമത് ചെയർമാൻ MK സക്കീറാണ്. സംസ്ഥാന വഖഫ് ബോർഡിന്റെ 15ാമത് ചെയർമാൻ MK സക്കീറാണ്. കേരള കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സുധീർ നാഥാണ്. കേരള കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സുധീർ നാഥാണ്. സെക്രട്ടറി A സതീഷാണ്. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാറാണ്. ആരാണ് മക്കളെ? KV മനോജ് കുമാറാണ്. ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. മലയാള മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട. മലയാള മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ 125 124 ചോദ്യങ്ങളുണ്ടായും. അപ്പോൾ എല്ലാം പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഉറപ്പായിട്ടും എക്സാമിന് കഴിഞ്ഞ LDC എക്സാമിന് ചോദിച്ചതും ഇനി വരുന്ന എല്ലാ LDC പരീക്ഷ ആയിക്കോട്ടെ LGS ഏത് പരീക്ഷ ആയിക്കോട്ടെ ആ പരീക്ഷകൾക്കൊക്കെ ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിർബന്ധമായിട്ട് മക്കൾ എന്ത് ചെയ്യുക? പഠിച്ചിരിക്കുക. 1-2 പ്രാവശ്യം റിപ്പീറ്റേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ആൻസർ എക്സാമിന് ഓപ്ഷൻസ് കാണുമ്പോൾ കിട്ടും, ഉറപ്പ് തന്നെയാണ്. അപ്പോൾ നന്നായി പഠിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.